ഹലോ ഗൈസ്, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു കാര്യം പറയാനാണ് വന്നിരിക്കുന്നത്. സുവിശേഷ വേല നല്ലതാണ്, പക്ഷേ ചില സുവിശേഷ വേലക്കാരുടെ സംശയമാണ്, ചോദ്യമാണ്, ദൈവത്തോടുള്ള ചോദ്യമാണ്. ഞാൻ 10-15 വർഷം ദൈവവേല ചെയ്തിട്ട് എനിക്ക് ചെറിയ ആൾക്കാരോടാണ് സംസാരിക്കാനുള്ള അവസരമൊക്കെ കിട്ടുന്നത്. നിങ്ങളുടെ വിചാരം ഒറ്റ രാത്രി കൊണ്ട് ലോകം അറിയപ്പെടുന്ന ഒരു സുവിശേഷ വേലക്കാരനാവാൻ പറ്റും എന്ന് വിചാരിച്ചുകൊണ്ട് സുവിശേഷ വേലയിൽ ഇറങ്ങാൻ പാടില്ല. അങ്ങനെ അതല്ല യഥാർത്ഥ സുവിശേഷ വേല. ഞാൻ പറയാം, സുവിശേഷ വേല എന്ന് പറയുന്നത്, സുവിശേഷ വേലയിൽ നാം ഒരുങ്ങി നിൽക്കേണ്ടതെന്ന് വെച്ചാൽ ഒബീഡിയൻസ് വേണം. ദൈവശബ്ദം, ദൈവം എന്താണോ നമ്മളോട് പറയുന്നത് അത് കൃത്യമായി അനുസരിക്കാൻ നാം ബാധ്യസ്ഥനായിരിക്കണം. ഇന്നടത്ത് പോകാൻ പറഞ്ഞാൽ ഇന്നടത്ത് തന്നെ പോകണം. എന്താണോ സംസാരിക്കാൻ ദൈവം ആഗ്രഹിക്കണം അത് തന്നെ സംസാരിക്കണം. ഒബീഡിയൻസ് ഒന്നാമത്തെ കാര്യം. ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും ആദ്യമായിട്ട്, ചിലപ്പോൾ 10 വർഷമായിരിക്കും, 15 വർഷമായിരിക്കും. ആദ്യ കാലങ്ങളിലൊക്കെ ദൈവം ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും നമ്മളെ ഉപയോഗിക്കുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങൾ, ചിലപ്പോൾ ത്രയറ്റ് കൊടുക്കാനായിരിക്കും, ജയിലിൽ പോയി മിനിസ്ട്രി ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിലായിരിക്കും ദൈവം ഉപയോഗിക്കുന്നത് ആദ്യ കാലങ്ങളിൽ. അത് വിശ്വാസത്തോടെ ചെയ്യാൻ പഠിക്കണം. ഓക്കെ. ചില സമയങ്ങളിൽ ദൈവം അൺഎക്സ്പെക്റ്റായിട്ട്, ഇപ്പോൾ ഒരു വീട്ടിൽ നമ്മൾ ആഹാരം കഴിക്കുകയാണ്, നീ ഒരു സുവിശേഷനല്ലേ, ഒന്ന് സുവിശേഷം പറയൂ, അങ്ങനെ ഉള്ള സാഹചര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ എനിക്കിപ്പോൾ താല്പര്യമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ കളയാതെ, ആ സാഹചര്യം ഒരിക്കലും ദൈവമാണെന്ന ബോധ്യം എപ്പോഴും ഉണ്ടാവണം. ആ ബോധ്യത്തോട് സംസാരിക്കാൻ അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ പഠിക്കണം. മൂന്നാമത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പിന്നീട് എനിക്ക് പറയാനുള്ളത്, നാം ഒബീഡിയൻസും പിന്നെ ദൈവവചനം അനുസരിച്ച് ജീവിക്കുകയുമാണെങ്കിൽ, ദൈവവചനം അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോൾ, നാലാമത്തെ കാര്യമാണ് ദൈവവചനം അനുസരിച്ച് ജീവിക്കുക എന്നത്. ഒരു സുവിശേഷകനെ അനുസരിച്ച് തോന്നും. ഈ 4 കാര്യങ്ങൾ നാം ശ്രദ്ധയോടെ നോക്കേണ്ട അത്യാവശ്യമാണ്. 5-ാമത്തെ കാര്യം അതിനേക്കാളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ വിളി ഏതാണെന്ന്. ചിലവർക്ക് അപ്പോസ്തലനായിരിക്കും, ചിലവർക്ക് പുരോഹിതനായിരിക്കും, ചിലവർക്ക് മിഷനറി ആയിരിക്കും വിളിയുള്ളത്, ചിലവർക്ക് ഫുൾ ടൈം ആയിട്ടായിരിക്കും, ചിലവർക്ക് ഹാഫ് ടൈം ജോലിയോട് കൂടെ ആയിരിക്കും. ഏതാണ് നിൻ്റെ വിളിയിൽ ആദ്യം നാം മനസ്സിലാക്കേണ്ട അത്യാവശ്യമാണ്. ഓക്കെ. 6-ാമത്തെ കാര്യം, ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിക്കനുസരിച്ച് നാം കൊടുക്കണം. എൻ്റെ ഇഷ്ടമല്ലെ, ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് അതുപോലെ നിറവേണമേ എന്ന് പറയണം. ദൈവത്തിന് നമ്മളെ പൂർണ്ണമായി സമർപ്പിച്ച് കൊണ്ടുവേണം ചെയ്യാൻ. അതായത് എൻ്റെ ഇഷ്ടപ്രകാരം ചെയ്യരുത്, തന്നിഷ്ടപ്രകാരം ചെയ്യരുത്. സുവിശേഷ വേല അത് അവസാനം ക്ലോസ് ആയി പോകും. പെട്രോൾ ഇല്ലാത്ത വണ്ടി ആയതുപോലെ ആയിത്തീരും. ദൈവത്തിനൊരു ടൈമിനൊക്കെ ഉണ്ട് ഒരാളെ ഉയർത്താൻ ഒക്കെ. ആ ടൈമിന് നിന്നെയൊക്കെ ഉയർത്തും. അതുവരെ പേഷ്യൻസ്, ക്ഷമയോടെ കാത്തിരിക്കേണ്ടത് അത്യാവശ്യ ഘടകമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുന്നു.